ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആ ഹോം നേഴ്സ് തന്നെ എന്തായാലും നമ്മുടെ വർഷയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കിഴിയൊക്കെ വെക്കുന്നുണ്ട്. അത് വർഷയ്ക്കും അതുപോലെ തന്നെ നല്ല ഒരു ബെറ്റർ ആവും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം തന്നെ ശിവയോട് പറയുന്നുണ്ട്, ഇതൊന്ന് ചേഞ്ച് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ വ്യക്തമായും വൃത്തിയായിട്ട് തന്നെ ശിവ അത് ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ശിവ ഇതെല്ലാം പഠിച്ചല്ലേ? ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം തന്നെ ശിവയ്ക്ക് വ്യക്തമായി മനസ്സിലായല്ലേ? അഭിയും കണ്ടോ അവൾ എത്ര നന്നായിട്ടാണ് വർഷയെ നോക്കുന്നത്? എത്രയും പെട്ടെന്ന് വർഷ റെഡിയാവും. ഇതുപോലത്തെ എത്ര എത്ര രോഗികളെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വർഷ പഴയതുപോലെ ആയി തുടങ്ങും എന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, ഇന്നത്തെ കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഒരുപാട് ലേറ്റ് ആയല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേനും, ഇന്ന് ലേറ്റായി, ഇനി ലാസ്റ്റ് ബസ് കിട്ടിയാലായി, അല്ലെങ്കിൽ തനിക്ക് ഇവിടെ ഒരു ദിവസം കഴിഞ്ഞൂടെ എന്ന് ശിവ ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, വീട്ടിലേക്ക് എത്തണം, അതിന് ഞാൻ പോവുകയാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവൾ പോവുകയാണ്. പിന്നീടാണെങ്കിലോ അഭിയും അതുപോലെ തന്നെ ശിവയും കൂടി ഒരു ചെറിയൊരു നാടകം നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും വർഷം എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് തുണികൾ അവിടെ കൊണ്ടുപോയി ഇടുന്നുണ്ട്. അതിനുശേഷം തന്നെ തുണി മടക്കില്ല എന്നും വക്കീൽ എപ്പോഴും ഓരോന്ന് പറഞ്ഞിവിടെ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ ശിവ, ഞാനൊരു കേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അത് വെറുതെയാണ്, ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ പണി. വർഷ നീ കേട്ടോ, ഈ നമ്മുടെ വക്കീൽ എപ്പോഴും ഈ ഫുഡിൻ്റെ കാര്യമല്ലാതെ വക്കീലിന് ഒരു കേസ് ഏറ്റെടുക്കാനോ ഒന്നിനും സാധിക്കില്ല. വക്കീൽ വെറുതെ നമ്മളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വിവേക് വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം, എന്തിനങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അത് പിന്നെ ആ നേഴ്സ് പറഞ്ഞു, നമുക്ക് ഞങ്ങളെല്ലാവരും കൂടി ആദ്യത്തെ പോലെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനാണെങ്കിലും വർഷ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ വിവേക് വർഷയോട് പറയുന്നുണ്ട്, താൻ എത്ര ലക്കിയാണടോ, ഇതുപോലത്തെ ഫ്രണ്ട്സിന് തനിക്ക് കിട്ടിയതേ ഭാഗ്യമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വിവേക് പോവാനായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പോവാൻ ഇറങ്ങുകയാണ്, മമ്മിയും ഡാഡിയും കൂടി ഒരു യാത്ര പോവുകയാണ് 17-ാം തീയതി. അതിന് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാത്തത്? അത് മമ്മിക്ക് നല്ല പനിയാണ്, പനിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വല്ലതും ആവില്ലേ, അതാണ് മമ്മി ഇങ്ങോട്ട് വരാത്തതെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശിവ നീ എന്നോട് പറയണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വർഷയുടെ കാര്യം ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ വിവേക്. അതിനുശേഷം തന്നെ പിറ്റേ ദിവസം ശിവയാണെങ്കിലോ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആരതി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറയുന്നു. ഇവിടെ നല്ല ഷോപ്പ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചിടത്ത് നല്ല ലേഡീസ് ഷോപ്പുണ്ട്. എന്നാൽ അത് മതി, ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? എനിക്കൊന്നും വാങ്ങിക്കേണ്ട, ശിവ നോക്കി പോകാനായിട്ട് പറയുന്നു. അങ്ങനെ ശിവ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയുടെ അടുത്ത് അഞ്ചുമുണ്ട്. അങ്ങനെ നേഴ്സ് വന്നതിന് ശേഷം തന്നെ അവൾ നന്നായിട്ട് തന്നെ വീണ്ടും നമ്മുടെ വർഷയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വിവേക് വരുന്നുണ്ട്. ഇതല്ലേ വൈറ്റമിൻസിൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എവിടെ ശിവ ഒന്ന് പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയുന്നു. എങ്ങനെയുണ്ട് വർഷ ട്രീറ്റ്മെൻറ്റ്, സുഖം പ്രാപിക്കില്ലേ വർഷ എന്ന് പറയുന്നുണ്ട്. വിവേക് ടെൻഷൻ അടിക്കേണ്ട, ഇതുപോലെ എത്ര രോഗികളെ ഞാൻ ചികിത്സിക്കുന്നതായിരുന്നു, അവിടെയൊക്കെ രോഗം മാറിയിട്ടുണ്ട്. 10-21 ദിവസം കഴിയട്ടെ, വർഷ പഴയതുപോലെ തന്നെ ആവും എന്നുള്ളത് ഉറപ്പാണ്. വിവേക് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വർഷയെ കാണാനായിട്ട് വിവേക് വന്നതാണ്. രാവിലെയും വൈകുന്നേരം അവളെ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ വളരെയധികം വിഷമാവും കേട്ടോ വിവേകിന്. അതിനുശേഷം തന്നെ വീണ്ടും രാഘവനാണെങ്കിലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാഘവൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ പെണ്ണെങ്ങട്ടാ ഇങ്ങോട്ട് നടന്നു വരുന്നത്? അതായത് ശിവയെ കണ്ടതിന് ശേഷം തന്നെ ഇവൾ എവിടെയാണോ ജോലി ചെയ്യുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ആ സമയത്താണ് വിവേകും ശരത്തും അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ 3 പേര് ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ രാഘവൻ. അങ്ങനെ വർഷ എവിടെയാണെന്നുള്ളത് രാഘവൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനുശേഷം തന്നെ വിവേകാണെങ്കിലോ എന്താ ശിവ എങ്ങോട്ടാണ് പോയത് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഷോപ്പ് ചെയ്യാനാണെന്ന് പറയുന്നു. എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരില്ലേ, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ആൻറ്റിയും അങ്കിളും എപ്പോഴാണ് പോകുന്നത്? 17-ാം തീയതി പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വരട്ടെ ശിവ എന്ന് പറയുന്നു. ശരത്താണെങ്കിലോ എന്നാൽ ശരി വിവേക് പോയിട്ട് വായോ എന്ന് പറയുന്നു. കഴുകൻ്റെ കണ്ണുമായിട്ട് വീണ്ടും അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നീടാണെങ്കിൽ വിവേക് വണ്ടി കൊണ്ടുവരികയാണ്. ഇവന് മാത്രമേ ഉള്ളൂ കാറ്. ഓ നീന്തി നീലിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ രാഘവൻ. അതിനുശേഷം തന്നെ താൻ എന്താടോ ഇവിടെ? ഞാനിവിടെ എന്താ എനിക്കും അറിയില്ല. എടോ താനോടാ ചോദിച്ചത്, താൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു കേട്ടോ. അത് പിന്നെ എനിക്ക് ഈ സ്ഥലം ഏതാണെന്നറിയില്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്, അങ്ങനെയൊക്കെ അയാൾ വെറുതെ ഓരോന്ന് പറയൽ തുടങ്ങി. ആ സമയത്ത് വിവേകാണെങ്കിലോ ഇയാളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടി എടുത്തിട്ട് പോന്നു കേട്ടോ. എടാ മോനെ നീയൊക്കെ എവിടെയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ അഞ്ജു ശിവയും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അഞ്ജു വന്നിട്ട് ശിവ നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? എടോ അഭി വരാൻ സമയമെടുത്തല്ലോ, രാത്രിയായി, ഇവളെവിടെ പോയിരിക്കുകയാണ് ഈ പരിചയമില്ലാത്തൊരു സ്ഥലത്ത്? എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നുണ്ട്. താൻ എന്ന് വിളിച്ചു നോക്കി. വിളിച്ചപ്പോൾ അഭി ഫോൺ എടുക്കുന്നില്ല. വല്ല ക്ലയൻറ്റിനെയും കാണാൻ വേണ്ടി പോയതായിരിക്കും. അല്ലെങ്കിൽ അവളുടെ 2 സുഹൃത്തുക്കളുണ്ടല്ലോ, അവരായിട്ട് സൊറ പറയാനായിട്ട് ഇരിക്കുമായിരിക്കും നമ്മുടെ അഭി. എന്നാലും പരിചയമില്ലാത്ത സ്ഥലമല്ലേ അഞ്ജു, അപ്പോൾ അവളിങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? പിന്നെ അഭി ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഞാൻ അന്ന് വന്ന സമയത്ത് സംസാരം നിർത്തിയത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഉരുളാതെ കാര്യം പറഞ്ഞോ. അത് പിന്നെ ശ്രീനാഥിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീയേട്ടനാണെങ്കിൽ നന്നായിട്ട് വെള്ളം അടിച്ച് നടക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോഴത്തേനും ശ്രീനാഥ് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാഞ്ഞത്? കാരണം വർഷയ്ക്ക് എന്തെങ്കിലും ഓടിയെത്തുന്ന ശ്രീനാഥ് ഇപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ട് വർഷ കിടക്കുമ്പോൾ ഒന്ന് വരാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ. മാത്രമല്ല ഇപ്പോൾ വിവേകും ശ്രീനാഥും വിളിക്കാറും കോണ്ടാക്റ്റും ഒന്നുമില്ല. അപ്പോഴത്തേനും അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. ശ്രീനാഥിന് എന്തൊക്കെയോ അറിയാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അഞ്ജു നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ ശിവ, താൻ പറഞ്ഞതും കാര്യമുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ വിളിക്കാറും സംസാരിക്കാറൊന്നുമില്ല, അന്വേഷിക്കാറ് പോലുമില്ല ശ്രീനാഥ് എവിടെയാണെന്നുള്ളത്. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. അങ്ങനെ അവർ നല്ല സംശയത്തിലാണ്ടോ ശിവ. അതിന് ശേഷം തന്നെ അഭി എത്തുന്നുണ്ട്. എന്താ അഭി ഇത്രയും സമയം? ഒന്നും പറയണ്ട, ഒരു ക്ലയൻറ്റിനെ കാണാനായിട്ട് പോയതാണ്, ഹോസ്പിറ്റൽ കേസായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും വേറെ ആ കേസ് പിടിച്ചിട്ട് പോയി ഗുമസ്തൻ വന്നിട്ടെന്ന് പറയുന്നു. ഈ കേസും എനിക്കില്ലാണ്ടായെന്ന് പറഞ്ഞു വളരെയധികം വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ അഭി. പിന്നീടാണെങ്കിലോ കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അഞ്ജു. ആ സമയത്ത് അഞ്ജു നീ എന്തിനാ വന്നത്? ഫുഡൊക്കെ ഇപ്പോൾ തയ്യാറായല്ലോ. അല്ല എന്തെങ്കിലും പണി ചെയ്യണമെങ്കിലും ചെയ്യാം ചേച്ചി. ഇനി ആ പാത്രം കൂടെ കഴുകി വെക്കാനുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു അഞ്ജു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ പിന്നെ ശരത്തേട്ടൻ നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ശരത്തേട്ടൻ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ശരത്ത് അടുക്കളയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജു ഞാൻ നിന്നോട് പറയുന്നത് രാഹുലിനെ കുറിച്ച് തന്നെയാണ്. രാഹുലിനെ കുറിച്ച് എന്തറിയാം? ഞാൻ പറഞ്ഞില്ല അവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന്. ഞാൻ അന്വേഷിച്ചു, അവനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ആ ഒരു പൈസ കൊടുക്കാനുണ്ടായിരുന്ന ആളുകൾ ചെന്നിട്ട് അവൻ തട്ടിക്കൊണ്ട് പോയി ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. പക്ഷേ രാഹുൽ അവിടുന്ന് രക്ഷപ്പെട്ട് എവിടെയാണെന്ന് അറിയില്ല, ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ രാഹുലിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞു വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനും അഞ്ജുവിന് നല്ല വിഷമമായി, പിടിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ രാഹുലിന് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നേരിയ ആശ്വാസമുണ്ട് കേട്ടോ. പക്ഷേ ഇനിയും രാഹുലിനെ അവർ കണ്ടെത്തിയിട്ട് ഇങ്ങനെ കാണിക്കുമോ എന്നൊക്കെ ഓർത്ത് പാവം അഞ്ജു വളരെയധികം വിഷമിക്കുകയാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇത് തന്നെയാണ് വേണ്ടത്, അഞ്ജുവിനെങ്കിലും കൈക്കലാക്കണമെന്ന് ഒരൊറ്റ ഉദ്ദേശം ശരത്തിനുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അയാൾ അവളുടെ പുറകെ കഴുകൻ്റെ കണ്ണുമായിട്ട് നടക്കുന്നത്. അതിനുശേഷം രാഘവൻ എന്തായാലും ഈ വീട്ടിൽ തന്നെയാണ് എൻ്റെ വർഷയുള്ളത്, ഇവളിപ്പോൾ ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ശരത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ആരാണ്? റോബിൻ ഡോക്ടർ അല്ല. ഡോക്ടർ വരികയാണെങ്കിൽ വിളിച്ച് പറയാണ്ടിരിക്കില്ലല്ലോ. ഇതിപ്പോൾ ആരാണെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.